മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രവചനവുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിൽ 3 നിയോജക മണ്ഡലങ്ങളാണ്: മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ. ഇതിൽ മാനന്തവാടി പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ തവണ ഇടതുപക്ഷം വിജയിച്ച മണ്ഡലമാണ് മാനന്തവാടി. പൊതുവെ ഇടതുപക്ഷത്തിന് വോട്ട് ക്രമേണ കൂടിക്കൂടി വരുന്നൊരു മണ്ഡലമാണ്. 2011 41%, 2016 43%, 2021 47% വോട്ട് ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ക്രമേണ വോട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് മാനന്തവാടിയിലുള്ളത്. എന്നാൽ UDFനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ക്രമത്തിൽ കുറഞ്ഞു വരികയാണ് ചെയ്തത്. 2011 50% ഉണ്ടായിരുന്നത് ഇപ്പോൾ 41.46% മാത്രമാണ്. LDFുമായിട്ട് 6% വോട്ടിന്റെ വ്യത്യാസമുണ്ട്. ഇത്തവണ മന്ത്രി OR കേളുവാണ് അവിടെ മത്സരിക്കുന്നത് എന്നതുകൊണ്ടും അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ടുള്ള ബന്ധവും അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ ചെയ്ത പ്രവർത്തനങ്ങളും കാരണം ഇടതുപക്ഷത്തിന് വോട്ട് കൂടാനാണ് സാധ്യത. ഒപ്പം തന്നെ വയനാട് ദുരന്തബാധിതരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ചതിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകളും കോൺഗ്രസിലെ ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ ആത്മഹത്യയുമെല്ലാം കോൺഗ്രസിന് തിരിച്ചടിയാവും. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷം 48% വോട്ടുകൾ നേടി അവിടെ മുൻപന്തിയിലെത്താനാണ് സാധ്യത. UDFന് 40% വോട്ടുകൾ ലഭിക്കപ്പെടുന്നു. ഏതാണ്ട് 8% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ആ സീറ്റ് നിലനിർത്തും. രണ്ടാമത്തെ സീറ്റ് സുൽത്താൻ ബത്തേരിയാണ്. UDFന് വളരെ നിർണായകമായ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണത്. വോട്ട് 48% വോട്ട് UDFന് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. LDFന് 41% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ആ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും UDF നിലനിർത്താനാണ് സാധ്യത. എന്നാൽ നേരത്തെ പറഞ്ഞ വയനാട്ടിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വയനാട്ടിലെ മുണ്ടക്കൈ ചോദ്യമല ദുരിത ബാധിതരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയൊക്കെ കോൺഗ്രസിന് നേരിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഒരു നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും UDF ആ സീറ്റ് നിലനിർത്തും എന്നാണ് പറയാനുള്ളത്. അടുത്ത സീറ്റ് കൽപ്പറ്റയാണ്. UDFനും LDFും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 4% വോട്ടുകളാണ്. ഇടതുപക്ഷം പലതവണ ജയിച്ച മണ്ഡലവുമാണ് കൽപ്പറ്റ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന മണ്ഡലമാണ് ഇത്. ആ മണ്ഡലവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള UDFിലെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും വോട്ടിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇടതുപക്ഷ ഗവൺമെന്റ് അവിടെ ചെയ്തു കൊടുത്ത മാതൃക വില്ലേജും ടൗൺഷിപ്പും എല്ലാം തന്നെ വളരെ ആളുകളെ ആകർഷിച്ചിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കൂടുതൽ മികവുറ്റൊരു സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണ വന്നിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വോട്ടിൽ വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. UDFന് വോട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ കൽപ്പറ്റയിൽ ആര് ജയിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രവചനാതീതം എന്ന വകുപ്പിൽ നമുക്ക് കൽപ്പറ്റയെ ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്.